ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ. സ്വന്തം ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാരിനറിയാം. നടപടിയെടുക്കാൻ വൈകുന്നത് അതുകൊണ്ടാണെന്നും ജെ.പി. നഡ്ഡ ആരോപിച്ചു. Why the delay in the justice to the Hema Committee report? What is stopping them? The Hema Committee. What stops you? What is haunting you? Because you are part and parcel of that question. Something you want to hide because your people are involved. And here I would like to say that on all these fronts, when I say Modi's government is a transparent government, and here also time is not far, because with your support, lotus is going to blossom here also. That we have to understand and we have to work for. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാടെത്തിയ ജെ.പി. നദ്ദ പൗരപ്രമുഖരുമായി നടത്തിയ സംസാരത്തിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പലതും ഒളിച്ചു കളിക്കുന്നു എന്നുള്ളതാണ് ജെ.പി. നദ്ദ പറയുന്നത്. സ്വന്തം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമാണ് സർക്കാർ ഇത്തരം ഒരു ഒളിച്ചുകളി തുടരുന്നത്. നടപടിയെടുക്കാൻ വൈകുന്നതും ഇതുകൊണ്ടാണ് എന്നുള്ളതാണ് നദ്ദ സൂചിപ്പിക്കുന്നത്. നീതി നടപ്പാക്കാൻ വൈകുന്നത് എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ജെ.പി. നദ്ദ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇടത് സർക്കാർ പുറത്തുവിടാത്തത് ഉറ്റവരെ സംരക്ഷിക്കാനെന്ന് വീണ്ടും ജെ.പി. നദ്ദ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതുമായി അതോടൊപ്പം തന്നെ ഈ കേരളം കുറ്റകൃത്യങ്ങളുടെ നാടായി മാറിയെന്നും ജെ.പി. നദ്ദ പറയുന്നു. കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറിയെന്നും ജെ.പി. നദ്ദ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജെ.പി. നദ്ദ സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.